ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് വെറും 3 ദിവസത്തെ കളക്ഷൻ മാത്രം ലഭ്യമായ സിനിമയാണല്ലോ ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയെ തുടരും. എന്നിട്ടും ആ 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ വൻ ചരിത്രമാണ് സിനിമ നമ്മുടെ ബോക്സ് ഓഫീസിൽ തിരുത്തി കുറിച്ചിരിക്കുന്നത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 69 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തതോടെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ വീക്കെൻഡ് കളക്ഷൻ വന്ന വേൾഡ് വൈഡ് കളക്ഷൻ വന്ന 10 സിനിമകളിൽ 2ാം സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് ലാലേട്ടൻ നായകനെത്തിയ തുടരും. ആദ്യ സിനിമ ഏതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അത് പൃഥ്വിരാജിന്റെ ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന സിനിമയാണ്. ആ 10 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ ആദ്യ വീക്കെൻഡിൽ 175 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തതെങ്കിൽ 2ാം സ്ഥാനത്തുള്ള ലാലേട്ടന്റെ തുടരും എന്ന സിനിമ നേടിയെടുത്തത് 69 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ്. 3ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ഒരു സിനിമയാണ്, അത് ആടുജീവിതം എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. 64 കോടി 10 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ആദ്യ വീക്കെൻഡ് വേൾഡ് വൈഡ് ഗ്രോസ്. അടുത്ത സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് ലൂസിഫർ എന്ന സിനിമയാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 55 കോടി 40 ലക്ഷമാണ് ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 5ാം സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നിരിക്കുന്നത്, അത് ഭീഷ്മപർവം എന്ന സിനിമയാണ്. 44 കോടി 60 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ. തൊട്ടടുത്ത സ്ഥാനത്ത് ടർബോ എന്ന മറ്റൊരു മമ്മൂട്ടി സിനിമയാണ്. 44 കോടി 50 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ. 7ാം സ്ഥാനത്തെ ലിസ്റ്റിൽ വീണ്ടും പൃഥ്വിരാജിന്റെ സിനിമയാണ്, അത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയാണ്. ചിത്രം ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് 43 കോടി 20 ലക്ഷം ഗ്രോസ് ആണ് നേടിയെടുത്തത്. 8ാം സ്ഥാനത്ത് ഫഹദിന്റെ കരിയറിലെ വലിയ കളക്ഷൻ നേടിയെടുത്ത സിനിമ ആവേശമാണ്. 42 കോടി 30 ലക്ഷമായിരുന്നു സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ. 9ാം സ്ഥാനത്ത് ദുൽഖറിന്റെ കുറുപ്പ് എന്ന പാൻ ഇന്ത്യൻ സിനിമയാണ്. ഈ ടോപ്പ് 10 പട്ടികയിൽ ലാലേട്ടന്റെ തുടരും പോലെ ദുൽഖറിന്റെ കുറുപ്പിനും ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് 3 ദിവസങ്ങളാണ് ലഭ്യമായത്. അതോടൊപ്പം തന്നെ ഓവർസീസിൽ പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം പറയട്ടെ. കുറുപ്പിന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ 41 കോടി 20 ലക്ഷത്തിൽ പരമാണ്. 10ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്, അത് മരിക്കാർ എന്ന സിനിമയാണ്. പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 38 കോടി 50 ലക്ഷമാണ് ആദ്യ 4 ദിവസത്തെ വീക്കെൻഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. അപ്പോൾ ഒരു മലയാളം സിനിമയുടെ ആദ്യ വീക്കെൻഡിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട ലിസ്റ്റ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകളുടെ പെരുമഴയാണ് നാം കാണുന്നത്. ആദ്യ വീക്കെൻഡ് കളക്ഷനിൽ റെക്കോർഡ് ഇട്ട എമ്പുരാന്റെ കളക്ഷൻ ഇനി സമീപകാലത്ത് ആരും തന്നെ മറികടക്കില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 175 കോടി അടുത്ത കാലത്ത് ഒരു മലയാളം സിനിമ ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് നേടിയെടുക്കുമെന്ന്? എന്തായാലും ഈ വിഷയത്തോടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കാത്തിരിക്കൂ കൂടുതൽ തുടരും വാർത്തകൾക്ക്.